പ്രിയ സ്നേഹിതരെ, കാലം കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. ധാർമ്മികത തകരുന്നു, വിശ്വാസം കെട്ടുപോകുന്നു, വിശുദ്ധി കൈമോശം വരുന്നു, സഹനം തകർത്താടുന്നു, തിന്മകൾ തിമിർത്ത് പെയ്യുന്നു. അതിജീവനത്തിനു വേണ്ടി ഉണർവോടെ പ്രാർത്ഥിച്ചേ മതിയാകൂ. സേവനങ്ങൾക്കോ പ്രസംഗങ്ങൾക്കോ സെമിനാറുകൾക്കോ പ്രവൃത്തികൾക്കോ ഒക്കെ ഒരു പരിധിയുണ്ട്. മറ്റെന്തിനേക്കാളും ഉപരിയായി വീണ്ടെടുപ്പിന് ഇനി വേണ്ടത് ഉദാത്തമായ പ്രാർത്ഥനയുടെ പ്രതിരോധമാണ്. കലുഷിതമായ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ഉലഞ്ഞാടിയപ്പോഴും നിദ്രയിലേക്ക് വീണുപോയ ഒരു പ്രവാചകനുണ്ട്, യോന. അവനെ വിളിച്ചുണർത്തിക്കൊണ്ട് കപ്പിത്താൻ ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങുന്നുവോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? എഴുന്നേറ്റ് നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കുവാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യമാണത്. കപിതാനെപ്പോലെ നിസ്സഹായരായ മനുഷ്യർ നമ്മളോട് ഇപ്പോൾ യാചിക്കുകയാണ്. They wait for us pray. They want us to pray. They wonder why we don't pray. ഞങ്ങളുടെ വചനപ്രഘോഷങ്ങളൊന്നുമില്ലാതെ തന്നെ ലോകത്തിന് അതിജീവിക്കാനാകും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയില്ല എങ്കിൽ അധിക ദൂരം അതിന് മുന്നോട്ട് പോകാനാകില്ല. അതിനാൽ നിദ്ര വിട്ടുണർന്ന് പ്രാർത്ഥിക്കുവിൻ പ്രിയ സ്നേഹിതരെ. ആമേൻ.